ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ലാസ്റ്റ് ഡേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഒരു സിറ്റുവേഷൻ, അതിനെ എങ്ങനെ ഓവർകം ചെയ്തു, ജസ്റ്റ് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഐശ്വര്യ അമ്പലത്തിലൊക്കെ പോയി സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഒരു 1 to 2 months ആയിട്ട് എനിക്ക് ഇൻ്റർവ്യൂ വർക്ക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഈ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വീക്കായിരുന്നു. ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറയുന്നത് അതിലും ഹെക്റ്റിക് ആയിട്ടുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ടയേർഡായി ഡ്രെയിൻഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത്. സോ എനിക്ക് ആ സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ടോട്ടലി ചെയ്യുന്ന വർക്ക് ദേഷ്യം, തൊടുന്നത് ദേഷ്യം, അങ്ങനെ എല്ലാം ദേഷ്യമായിരുന്നു. അങ്ങനെ അതൊക്കെ ദേഷ്യം വരുന്നു. എനിക്ക് ഇവിടെ നിന്ന് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി ഓടാൻ തോന്നുന്നു. അത്രയ്ക്കും പ്രഷർ ഉണ്ടായിരുന്ന ഒരു പീരീഡായിരുന്നു, ഒരു വർക്ക് റിലേറ്റഡ് കാര്യമായിരുന്നു. അപ്പം അങ്ങനെ ഫുള്ളി ഡ്രെയിൻഡ് ഔട്ടായി. 8 hours എന്നുള്ള വർക്കിംഗ് അവേഴ്സ് ഞാൻ 9.5 അങ്ങനെയൊക്കെ പറഞ്ഞ് വർക്കിംഗ് അവേഴ്സ് ഷിഫ്റ്റ് ആവുന്നു. നേരം പോകുന്നത് അറിയുന്നില്ല, ദിവസങ്ങൾ പോകുന്നത് അറിയുന്നില്ല. എനിക്ക് എന്നയിലേക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഫുള്ളി എന്താ പറയുക, ഭയങ്കര ടൈറ്റായിട്ടുള്ള സ്കെഡ്യൂളായിരുന്നു. അപ്പം ആ ദിവസം, അതായത് എക്സാക്റ്റ് ഡേ പറയുകയാണെങ്കിൽ ഇന്നിപ്പം മൺഡേ അല്ലേ, സാറ്റർഡേ ഞാൻ ടോട്ടലി ഡൗൺ ആയി, ടോട്ടലി പ്രഷേർഡ് ആയിട്ടിരിക്കുന്നൊരു ദിവസമായിരുന്നു. അപ്പം ഞാൻ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞും എനിക്ക് ഇരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനൊരു 8 o'clock റൂമിലെത്തി കുറച്ച് നേരം ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഇനി ഇവിടെ ഇരിക്കാൻ പോയാൽ ഞാൻ ഓവർ തിങ്ക് ചെയ്തേ ഉള്ളൂ. സോ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഒരു സോളോ ഡേറ്റിന് കൊണ്ടുപോയി. സോളോ ഡേറ്റ് ഇൻ ദ സെൻസ് ഒരു സലൂൺ ഡേറ്റ് ആയിട്ട് പോയി. ജസ്റ്റ് ത്രെഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കുറച്ച് നേരം അവിടെ ഇരുന്നു, തിരിച്ചു വന്നു. ദെൻ പിന്നെയും ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഇരുന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ഓവർ തിങ്കിങ് വരും. ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു സ്കിൻ കെയർ ഡേ എന്നുള്ള രീതിക്ക് എന്നെ തന്നെ പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. സ്കിൻ കെയർ ആയിക്കോട്ടെ, ഹെയർ കെയർ ആയിക്കോട്ടെ, കുറേ കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തു. ഓക്കെ, കുറേ നേരം സമയം പോയി. ബുക്ക് വായിച്ചു. എനിക്ക് ക്ലാസ്സസ് ഉണ്ടായിരുന്നു അന്ന് ഈവനിങ്, ക്ലാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഈവൻ വീഡിയോ എടുത്തു. ഒരു വീഡിയോ ഞാനിങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഒരു 11:30 ആയിട്ടുണ്ടാവും. ഞാൻ ഈ ദിവസമായിരുന്നു ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഡ്രെയിൻഡ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് അന്ന് ഉണ്ടായില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ എന്നെ ഹാപ്പി ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിന് ശേഷം വന്നിട്ട് ചെയ്തു. അതുവരേക്കും ഓഫീസിൽ എന്തൊക്കെ നടന്നു അതൊക്കെ എന്നെ ബാധിക്കുന്നുണ്ടായില്ല. കാര്യം അത്രയും സ്ട്രെസ്ഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഞാൻ മടുത്തായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് വീട്ടിൽ നിന്ന് വന്നതിന് ശേഷമുള്ള കുറേ കാര്യങ്ങൾ, അല്ല ഞാൻ ചെയ്ത കുറേ കാര്യങ്ങൾ കൊണ്ടാവാം, മേ ബി എനിക്ക് അന്നത്തെ ദിവസം ആണോ എനിക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പോലും എനിക്ക് തോന്നിയില്ല. അപ്പം ഇതേപോലെയാണ് നമ്മളൊരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് മെയിനായിട്ടുള്ളത്. ഈവൻ ഇപ്പോഴും പല കാര്യങ്ങളിലും ദേഷ്യം വരമയും അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇരുന്ന് ചിന്തിക്കും, ഇപ്പം ദേഷ്യപ്പെട്ടു എന്ന് വെച്ച് എൻ്റെ കുറേ എനർജി വേസ്റ്റ് ആക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല. സോ അതിൻ്റെ ആവശ്യമില്ല, ലെറ്റ് ഇറ്റ് ബി. എന്താണോ അത് അതുപോലെ തന്നെ പോട്ടെ. നമ്മൾ ആ ഒരു രീതിയിൽ ഓവർ റിയാക്ട് ചെയ്യുന്ന ആ ഒരു നേച്ചർ, അതുകൊണ്ട് കാര്യമില്ല. അത് ആ ഒരു വേ കൂടെ തന്നെ ഗോ ത്രൂ ചെയ്ത് പോവുക, അതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വിടുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും കുറേ കൂടെ നമുക്ക് ലൈഫിന് ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. ദെൻ ഇതേപോലെ തന്നെ പല സിറ്റുവേഷൻസ്, ഇപ്പം നമ്മുടെ ഓഫീസിൽ തന്നെ ഒരു സ്റ്റാഫ് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാക്ട് ചെയ്തെന്ന് വെച്ചാൽ അങ്ങ് ടെൻഷനാക്കും, കൂടെ ഉള്ളവരെയും കൂടെ ടെൻഷനാക്കി കളഞ്ഞ്. നമ്മൾ സംസാരിച്ചപ്പോൾ ഓക്കെ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ഇതിങ്ങനെയാണ്, ഇങ്ങനെ ചിന്തിച്ചാൽ ഇത് തീർന്നു, ആ ഒരു രീതിയിൽ പറഞ്ഞു കൊടുത്ത് അപ്പം എനിക്ക് പറയാൻ പറ്റി, കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. എക്സ്പ്ലെയിൻ ചെയ്തത് വിട്ട് ഞാനത് പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പം അത്ര റിയാക്ട് ചെയ്ത് കൂടെയുള്ളവരെ ടെൻഷൻ ആക്കേണ്ട കേസേ ഉണ്ടായിരുന്നില്ലത്. അതിന് നമ്മളൊരു പ്രോപ്പർ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു, അതവിടെ തീർന്നു. അത് സമാധാനപരമായിട്ട് പറഞ്ഞു കൊടുത്തു, അതവിടെ തീർന്നു. അപ്പോൾ അപ്പുറം നിൽക്കുന്ന ആൾക്കും ആ ടെൻഷൻ കിട്ടിയ ആൾക്കും ഇത് ഓക്കെ ഇതിങ്ങനെ ചെയ്താൽ ഇത് സോൾവ് ആവും, ആ ഒരു ഐഡിയ മൈൻഡിൽ പോയി.
ഇതേപോലെയാണ് പല സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇത് എന്താ പറയുക, ഞാൻ ഇങ്ങനൊരു വ്യക്തിയായിരുന്നില്ല. ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നില്ല. ഞാനും ഈ പറഞ്ഞ പോലെ ഓവർ റിയാക്ട് ചെയ്യുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷേ എനിക്കും എന്നിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നു, കുറേ പോസിറ്റീവ് മാറ്റങ്ങൾ എനിക്ക് എന്നിൽ തന്നെ വിസിബിളായി തുടങ്ങി. സോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് ആണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ അതൊക്കെ തന്നെ. എല്ലാവരും നന്നായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.